ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് നമുക്ക് ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് കൂടിയൊന്ന് പോയി വരാം. റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും കടുക്കുകയാണല്ലോ. 4 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണെങ്കിലും നമ്മൾ ഉൾപ്പെടെ പല മാധ്യമങ്ങളും ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ യുദ്ധത്തിന് വേണ്ടത്ര വാർത്താ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മലയാളി കൊല്ലപ്പെട്ടതോടെയാണ് വീണ്ടും ഇത് പ്രധാന വാർത്തയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ 2014 ഫെബ്രുവരിയിലാണല്ലോ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനെ അടിയറവ് പറയിക്കാമെന്ന് കരുതിയ റഷ്യയ്ക്ക് മുൻപിൽ തിരിച്ചടിച്ച് നിലകൊള്ളുന്ന ഉക്രൈനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. പുടിൻ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിടും എന്ന് നമുക്ക് കരുതാനാകില്ല. അങ്ങനെ ഔദ്യോഗികമായ ഒരു അവസാനവും ഒരുപക്ഷെ ഈ യുദ്ധത്തിന് ഉണ്ടാകില്ല എന്നാകുമോ? ഉത്തര ദക്ഷിണ കൊറിയകൾക്കിടയിൽ സംഭവിച്ചതുപോലെ യുദ്ധത്തിൻ്റെ തീവ്രത കുറഞ്ഞ് അതേപടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കുമോ? എങ്ങനെയാണ് താങ്കൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ നിലവിലെ അവസ്ഥയെ വിലയിരുത്തുന്നത്? 21-ാം നൂറ്റാണ്ടിൻ്റെ 3ാമത്തെ പതിറ്റാണ്ട്, അത് യുദ്ധങ്ങളുടെ ഒരു പതിറ്റാണ്ടാണ്. അത് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ ഒരു യുദ്ധ പരമ്പര. അതിനു മുമ്പ് 2010-20 കാലഘട്ടത്തിലൊന്നും തന്നെ ആ രീതിയിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായില്ല. ഗൾഫ് യുദ്ധം 1-2 കടന്നതിന് ശേഷം 2001 ശേഷം ലോകത്ത് കാര്യമായ വൻകിട യുദ്ധങ്ങൾ പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഈ 3 യുദ്ധങ്ങൾ തുടർച്ചയായി ഉണ്ടായി? ഇതിനൊരു പാറ്റേൺ കണ്ടെത്താനാവുമോ? അപ്പോൾ ഞാനത് അതേക്കുറിച്ച് സ്വല്പം ആശങ്കയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാകും എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് സ്നോബോൾ ചെയ്തുകൊണ്ട് ഒരു വൻപൻ പോരാട്ടത്തിലേക്ക് രാജ്യങ്ങളെല്ലാം പിടിച്ചു വലിക്കുന്ന രീതിയിൽ വരുന്നത്. അങ്ങനെയാണ്. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെയാണ് 2022 വ്ളാഡിമിർ പുടിൻ്റെ റഷ്യൻ സൈന്യം ഉക്രൈനിലേക്ക് ഇരച്ചു കയറിയത്. റഷ്യക്ക് ചില ന്യായീകരണങ്ങളുണ്ടാവാം. ഉക്രൈൻ അമേരിക്കൻ ചേരിയായ നേറ്റോയിൽ ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ EUവിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം എടുക്കാൻ പോകുന്നു. അപ്പം നേറ്റോ ശക്തികൾ റഷ്യയുടെ മൂക്കിന് മുൻപ് വരെ എത്തുകയാണ്. സ്വാഭാവികമായി നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് റഷ്യക്ക്. പക്ഷേ അതിന് ആക്രമണമല്ലല്ലോ പരിഹാരം. വേണമെങ്കിൽ മറ്റൊരു ന്യായീകരണം കൂടെ പറയാം. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, ഡോൺബാസ് മേഖല എന്ന് പറയുന്ന ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യയിൽ, അത് ഏതാണ്ട് ഉക്രൈൻ്റെ മൊത്തം ഭൂമിയുടെ 20% വരും, മൊത്തം ജനസംഖ്യയുടെയും ഏതാണ്ട് 18-20% വരും. ആ ഭാഗം റഷ്യൻ സ്വാധീന മേഖലയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് ഉക്രൈൻ്റെ കൈവശമാണ്. സോവിയറ്റ് കാലഘട്ടം മുതൽ തന്നെ അതൊക്കെ ഉക്രൈൻ്റെ കൈവശമാണ്. അപ്പോൾ ആ ഒരു മേഖല പിടിച്ചെടുക്കുക എന്നത് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ദീർഘകാല ഒരു മോഹമായിരുന്നു. അതിന് മുൻപ് തന്നെ മറ്റൊരു മോഹം, സോവിയറ്റ് കാലഘട്ടത്തിൽ ഉക്രൈൻ റഷ്യ കൈമാറിയ ക്രൈമിയ, അത് 2014 ബലം പ്രയോഗിച്ച് റഷ്യ ഏറ്റെടുത്തു. അന്നേരം കാര്യമായ പോരാട്ടമൊന്നും ഉണ്ടായില്ല. അത് റഷ്യയുടെ അധിനിവേശ മേഖലയായി മാറി. ഉക്രൈൻ്റെ മറ്റു ഭാഗങ്ങളും പിടിച്ചെടുക്കുമെന്ന രീതിയിൽ ഉക്രൈൻ്റെ തലസ്ഥാനമായ കിയേവിനെതിരെ പോലും റഷ്യ പട നയിച്ചപ്പോൾ ലോകം വിശ്വസിച്ചു, നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ലോകം വിശ്വസിച്ചു, റഷ്യയുടെ മുമ്പിൽ ഉക്രൈനെ പിടിച്ചു നിൽക്കാൻ ആവില്ല. പിന്നീട് സംഭവിച്ചതൊക്കെ ചരിത്രമാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം തന്നെ ഉഗ്രമായ റെസിസ്റ്റൻസ് ആണ്. ഇതിൽ നിന്നും കിട്ടുന്ന സൂചന എന്താണ്? എത്ര ശക്തമെങ്കിലും ഒരു രാജ്യം ബലഹീനമെന്ന് തോന്നാവുന്ന മറ്റൊരു രാജ്യത്തെ, അയൽരാജ്യത്തെ ആകട്ടെ മറ്റൊരു രാജ്യത്തെ ആകട്ടെ, ആക്രമിച്ചാൽ പൂർണ്ണമായി കീഴടക്കാനോ കൈവശപ്പെടുത്തി വയ്ക്കാനോ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ ആ രാജ്യത്തിന് സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉക്രൈന് അമേരിക്കയുടെയും വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ഉക്രൈൻ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും. റഷ്യൻ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉക്രൈൻ ആക്രമണം നടത്തുകയാണ്. പക്ഷെ ഇപ്പോൾ വാർത്ത എടുക്കാനുള്ള കാരണം, ഇന്ത്യൻ ഒരു നാവികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉക്രൈൻ തീരത്തുണ്ടായിരുന്ന, കരിങ്കടൽ തീരത്തുണ്ടായിരുന്ന ഒരു കപ്പലിന് നേരെ, ഉക്രൈൻ തീരത്തുണ്ടായിരുന്ന ഒരു കപ്പലിന് നേരെ റഷ്യൻ സേന അയച്ച മിസൈലുകളേറ്റ് ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അനേകർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. നാവികരുടെ സുരക്ഷ അവതാളത്തിലായിരിക്കുന്നു. വലിയ ആയിരക്കണക്കിന് പേരാണ് ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്. 2 ഭാഗത്തും, റഷ്യയുടെ ഭാഗത്തും വലിയ നാശനഷ്ടങ്ങളുണ്ട് എന്നത് ഉറപ്പാണ്. ഇതൊരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി നീളുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം
പിന്നീടുണ്ടായ 2 യുദ്ധങ്ങളെ നമ്മൾ കാണാൻ, അത് 2023 ഇപ്പോൾ തൊട്ടടുത്ത വർഷം 2022 ഫെബ്രുവരിയിലാണല്ലോ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി വരുന്നത്. അതപ്പോഴും തുടരുകയാണ്. ഇസ്രയേൽ ഹമാസ് പോരാട്ടം തുടങ്ങുന്നു. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു കാൽക്കുലേഷൻ എറർ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രയേലിനെ ആക്രമിക്കുന്നു, 1200 പേരെ വധിക്കുന്നു, 280 പേരെ ബന്ദികളായി പിടിച്ചുകൊണ്ട് ഗാസയുടെ മണ്ണിലേക്ക് പോകുന്നു. പിന്നീട് നടന്നത് നരനായാട്ടാണ്. അതിപ്പോഴും ആ പ്രശ്നം ബോർഡർ പീസൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും പൂർണ്ണമായി പാലസ്തീൻ ശാന്തമായിട്ടില്ല. ഗാസ ഇപ്പോഴും ശവപ്പറമ്പായി തുടരുന്നു. അതുകൊണ്ട് മറ്റൊരു സൂചന കൂടിയുണ്ട്, ഒരു യുദ്ധം തുടങ്ങി വയ്ക്കാം. അവസാനിപ്പിക്കാനാവില്ല. ഒരു യുദ്ധവും തുടങ്ങുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. പരിഹാരങ്ങളില്ല. യുദ്ധം ഒരു കാര്യങ്ങൾക്കും പരിഹാരമല്ല. പലസ്തീൻ രാഷ്ട്രമുണ്ടായോ? ഇസ്രയേലി 1200 പേരെ വധിച്ചതുകൊണ്ട് ഈ പലസ്തീൻ രാഷ്ട്രം സാധ്യമായോ? ഗാസ സ്വതന്ത്രമായോ? കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഒരു പ്രതിഷേധം ഇസ്രയേലിനോട് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ആ രീതിയിലല്ല കാണിക്കേണ്ടത്. അത് അന്താരാഷ്ട്ര ചർച്ചകളിലൂടെ, ന്യായമായ സമ്മർദ്ദങ്ങളിലൂടെ, ലോക മനസ്സാക്ഷി ഉണരുന്നതിലൂടെ, ഓസ്ലോ കരാറ് അതുപോലെയുള്ള കരാറുകളിലൂടെ ലഭിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമിയിൽ അധിവസിക്കുകയും മറുപക്ഷത്ത് ഇസ്രയേലിനെ അംഗീകരിക്കുകയും ഇസ്രയേൽ പാലസ്തീനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം എന്ന് എത്രയോ ആവർത്തി പറഞ്ഞതാണ്. പക്ഷേ ഒരു അപ്പം മുറിക്കുമ്പോൾ ലേശം കൂടിപ്പോയി അപ്പുറത്ത്, ലേശം കുറഞ്ഞുപോയി ഇപ്പുറത്ത് എന്ന പരിഭവം എപ്പോഴും ഉണ്ടാകും. അത് അയൺ ഔട്ട് ചെയ്യേണ്ടതാണ്. അവിടെയാണ് അന്താരാഷ്ട്ര ലോബിയിങ്ങിൻ്റെ ആവശ്യം. ഇവിടെ അമേരിക്ക ഇസ്രയേൽ പക്ഷത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം ന്യായമുണ്ടാകുമെന്ന ന്യായമായ ചോദ്യമാണ്. അതിൽ ഞാൻ തർക്കിക്കുന്നില്ല. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ മൂന്നാമത്തെ യുദ്ധം സർവ്വസംഹാരിയായ യുദ്ധമായി മാറിയിരിക്കുന്നു. അത് ഇറാൻ ഇസ്രയേൽ യുദ്ധം. അതിൽ അമേരിക്ക ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധമായി അത് മാറിയിരിക്കുന്നു. ഇറ്റ്സ് എ നെവർ എൻഡിങ്. അതേക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. കാരണം അതേക്കുറിച്ചാണല്ലോ കൂടുതൽ സമയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 യുദ്ധങ്ങളെയും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ, ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സൂചന എന്താണ്? യുദ്ധങ്ങൾ പരിഹാരമല്ല ഒന്നിനും. ബലപ്രയോഗം ഒന്നിനും പരിഹാരമല്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പരിഹാരം സാധ്യമായോ? ഇല്ലല്ലോ. ഉക്രൈൻ്റെ ഭൂമിയുടെ ഏതാണ്ട് ഒരു 20% റഷ്യയുടെ കൈവശത്തിൽ ആയിക്കഴിഞ്ഞു ഡിഫാക്റ്റോ. അവിടെ വെച്ച് അത്രയും ഭാഗം തങ്ങളുടേതാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ചാക്കിലാക്കി ഒരു കരാറിൽ ഏർപ്പെടാം. അങ്ങനെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റാം. ഡോൺബാസ് മേഖല മുഴുവനായും ക്രൈമിയയുടെ ഔപചാരികമായ ഉടമസ്ഥാവകാശവും റഷ്യക്ക് വിട്ടുകൊണ്ട് ഒരു സമാധാന കരാർ എന്ന നിർദ്ദേശം ലോകം അംഗീകരിക്കും എന്നാണ് റഷ്യ കരുതിയത്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇപ്പോഴും ഉക്രൈൻ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോഴും റഷ്യക്ക് പൂർണ്ണമായ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മറ്റു ചില കാരണങ്ങളാൽ റഷ്യക്ക് ചില നേട്ടങ്ങളുണ്ടായി. കാരണം ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ, എണ്ണയുടെ വിതരണം തടസ്സപ്പെട്ടപ്പോൾ, റഷ്യ എണ്ണ ഉത്പാദക രാജ്യമാണല്ലോ, എണ്ണയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു റവന്യൂ വരുമാനത്തിലെ കൂടുതൽ. അത് മാത്രമല്ല റഷ്യക്കെതിരെ ഉണ്ടായിരുന്ന ഉപരോധത്തിൽ ചില്ലറ ഇളവുകൾ പ്രഖ്യാപിക്കാൻ അമേരിക്ക നിർബന്ധിതരാകുന്നത് കണ്ടു. അപ്പോൾ എല്ലാ യുദ്ധവും പരസ്പരം കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. 2, എല്ലാ യുദ്ധത്തിലും നേരിട്ടോ അല്ലാതെയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പങ്കാളിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക എങ്ങനെയാണ് പങ്കാളിയാകുന്നത്? അമേരിക്ക ഉക്രൈനെ നെയ്റ്റോയിൽ ചേർക്കണം എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ താല്പര്യത്തോടൊപ്പം കുറേയൊക്കെ നിന്നതുകൊണ്ടാണ് അവിടെ യുദ്ധമുണ്ടായത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അമേരിക്ക നയിക്കുന്ന നെയ്റ്റോ സഖ്യത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു, ഒരു ബഫർ സോണായിട്ട് അവിടെ നിൽക്കട്ടെ, റഷ്യയുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. തങ്ങളുടെ കൂട്ടത്തിൽ നെയ്റ്റോയിലേക്ക് ഇപ്പോൾ ഉക്രൈനെയും കൂടെ ചേർത്തത് കൊണ്ട് എന്താണ് കൂടുതൽ ബെനിഫിറ്റ്? പ്രത്യേകിച്ച് കൂടുതൽ ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ റഷ്യയിൽ നിന്നും ആ രീതിയിലുള്ള ആക്രമണ ഭീഷണി ഒരു പെർസെപ്ഷൻ മാത്രമാണ്. പുടിൻ ആക്രമിച്ചു കളി. എത്ര കാലമാണ് ഇനി പുടിൻ ആയുസ്? കാരണം ഒരു ഏകാധിപതിയല്ലേ. ആ സംവിധാനം പുടിന് ശേഷം ഇതേ സംവിധാനം തുടരണമെന്നില്ല. ഏകാധിപതികൾക്കൊക്കെ ഒരു അവസാനമുണ്ടല്ലോ. എക്കാലത്തും റഷ്യ അങ്ങനെയാണെന്ന് പുടിൻ വരുന്നതിന് മുൻപ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് നിന്നല്ലോ. ഈ ബോറിസ് യെൽത്സിൻ്റെ സർക്കാരുമൊക്കെ പാശ്ചാത്യ ശക്തികളുമായി യോജിച്ച് നിന്നുകൊണ്ടാണല്ലോ ശീതയുദ്ധാനന്തരം 1990 മുതൽ 2010, 2020 വരെ കാര്യമായ സംഘർഷമില്ലാതെ നിന്നല്ലോ. അപ്പോൾ പിന്നെ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് അവിടെ പാളിയിരിക്കുന്നു. ട്രംപ് പറഞ്ഞല്ലോ, എന്നെ അധികാരമേൽപ്പിക്കൂ. ഇപ്പം ജോ ബൈഡൻ്റെ കാലത്താണ് അവിടെ ഉക്രൈൻ അധിനിവേശമുണ്ടായത്. എന്നെ അധികാരമേൽപ്പിക്കൂ, ഞാൻ 24 മണിക്കൂർ കൊണ്ട് പ്രശ്നം പരിഹരിച്ച് തരാം, കയ്യിൽ തരാം, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന പോലെ.
എന്നിട്ടെന്തായി? കൂടുതൽ കൂടുതൽ വഷളായി എന്നതല്ലാതെ ചക്ക പോലെ കുഴയുന്ന പ്രശ്നമായി റഷ്യ ഉക്രൈൻ വിഷയം തുടരുന്നു. ട്രംപിന് ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല. വ്ളാഡിമിർ പുടിൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അത് മോദിയെക്കുറിച്ച് പറയുന്നത് പോലെയുള്ളൂ. എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പുടിൻ വ്യക്തമായി അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് അറിയാം. ട്രംപ് മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ നയരാഹിത്യം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫോക്കസ്, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിന് യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ ബ്രോക്കർ ചെയ്ത് ഭംഗിയായി ആ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ വേണമെങ്കിൽ പറയാം അമേരിക്കയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതില്ല. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു രീതിയിലും അമേരിക്കയ്ക്ക് വിശ്വാസ്യത ലഭിക്കുന്നില്ല. ഇപ്പോൾ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയെങ്കിൽ പോലും എന്ത് വിശ്വാസ്യതയാണ് അമേരിക്കയ്ക്ക്? എപ്പോഴും ഇസ്രായേൽ പക്ഷത്താണ് അമേരിക്ക എന്ന ചിന്തയാണ് പലസ്തീനിയൻസിന്. അതുകൊണ്ട് അമേരിക്ക ഇടപെട്ടുകൊണ്ട്, ട്രംപ് ഇടപെട്ട് എന്തെല്ലാം സമാധാന ശ്രമങ്ങൾ നടത്തിയാലും ശരി, അത് ശാശ്വതമാകില്ല. അമേരിക്ക ഇസ്രായേൽ പക്ഷപാതി തന്നെയാണ്. ഇസ്രായേലുമായി ഇടയ്ക്കൊക്കെ ഇണങ്ങും പിണങ്ങും, അവർ തമ്മിലൊക്കെ മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ടാകും. ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇതൊക്കെ ഒരു ചക്കളത്തെ പോരാട്ടമായി മാത്രമേ അറബി ലോകം കാണൂ, പ്രത്യേകിച്ച് പലസ്തീനിയൻസ് കാണൂ. അടിസ്ഥാനപരമായ വിഷയം അവിടെയുണ്ട്. പാലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയ അവകാശമെന്ന അടിസ്ഥാന വിഷയം ഉള്ളതുകൊണ്ട് ഒരു കാലത്തും അവിടെ ആ രീതിയിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ സമാധാനം ഉണ്ടാവില്ല. ഇനി ഇറാൻ യുദ്ധം അമേരിക്ക വരുത്തിവെച്ച യുദ്ധമാണ്. ഇവിടെ ഇറാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തല്ലി തീർക്കട്ടെ എന്ന് വെച്ചാൽ മതിയല്ലോ. അമേരിക്ക അതിനകത്ത് ഇടപെട്ട് ഒരിക്കലും പരിഹരിക്കാനാവാത്ത രീതിയിൽ ആണവ വിഷയം കുടച്ചെടുത്തതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ കെടുകാര്യസ്ഥത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ പെശക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കേട് വേണമെങ്കിൽ ആരോപിക്കാൻ കഴിയും. ഈ യുദ്ധങ്ങൾ മൂന്നും സമാന്തരമായി നീളുന്നു. പലസ്തീൻ യുദ്ധം പോലും അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ വലിയ വെടിവെച്ചുകൾ കേൾക്കാനില്ല, പക്ഷേ ജീവിതം ദുസ്സഹമാണ്. അടിസ്ഥാനപരമായ ഈ വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയും. നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ കാര്യമാണല്ലോ എന്നോട് ചോദിച്ചത്. വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും രണ്ട് രാജ്യങ്ങളായി മാറി. ഇപ്പോഴും കടുത്ത ശത്രുതയാണ്. ഏത് നിമിഷവും ആക്രമണം സംഭവിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ്, മുഖാമുഖം നിൽക്കുകയാണ്. ഒരു തരം ശീതയുദ്ധ അന്തരീക്ഷം. ആ രീതിയിലുള്ള നിരന്തരമായ സംഘർഷം ഇത് ആയുധ ലോബിയെ സഹായിക്കും. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ആയുധ ലോബിയെ സഹായിക്കും. എണ്ണ വിപണി അത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. അമേരിക്കയ്ക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. എണ്ണവില നിശ്ചിത ലെവലിൽ കൂടുതൽ നിർത്തിക്കഴിഞ്ഞാൽ ഈ സംഘർഷമുണ്ടെങ്കിൽ മാത്രമേ എണ്ണവില എങ്ങനെ നിൽക്കൂ. റഷ്യയും എണ്ണ വിൽക്കുന്ന രാജ്യമാണ്, ഇറാനും എണ്ണ വിൽക്കുന്ന രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലാണ്. എണ്ണയുടെ മേൽ അമേരിക്കയുടെ നീരാളിപ്പിടുത്തം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എണ്ണവില എങ്ങനെയാകുമെന്ന് ഒപ്പക്കല്ല ഇനി തീരുമാനിക്കുന്നത്, അമേരിക്കയായിരിക്കും. അമേരിക്കയുടെ ഓരോ വാക്കിനും എണ്ണവിലയെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്, കരുത്തുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ലോക സമാധാനം മരീചികയായി മാറുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു യുദ്ധവും തുടങ്ങി വയ്ക്കാതെ ഇരിക്കട്ടെ. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെങ്കിലും ഏറ്റവും അധികം സ്വാഗതാർഹമായ കാര്യം ഓപ്പറേഷൻ സിന്ധൂർ എന്നത് അവസാനിച്ചു എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു. ഒരിക്കലും പുനരാരംഭിക്കാതെ ഇരിക്കട്ടെ. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ അനാവശ്യമായി പഹൽഗാമിൽ സംഭവിച്ചതുപോലെയുള്ള കലാപരിപാടികൾ നടത്താതിരിക്കട്ടെ, അതിനുള്ള സാഹസം കാട്ടാതിരിക്കട്ടെ. അതുകൊണ്ട് യുദ്ധത്തിൽ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ ഏതാണ്ട് 100 മണിക്കൂറോളം നീണ്ടു നിന്നൊരു പോരാട്ടമാണ്. അതിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനും പിന്മാറി. പക്ഷേ അത് അത്ഭുതകരമായ ഒരു മാറ്റമാണ്. മറ്റ് യുദ്ധങ്ങളെല്ലാം തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ മനസ്സിൽ യുദ്ധകാർമേഘങ്ങൾ വരാതിരിക്കട്ടെ, വിരിയാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.